വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഇസ്രയേൽ ഇറാൻ യുദ്ധത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രോഗ്രാം ചെയ്യുവാനിടയായി. അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 83-ാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ 2-ാം വാക്യം വായിക്കുകയാണ്. അവർ നിൻ്റെ ജനത്തിൻ്റെ നേരെ ഉപായം വിചാരിക്കുകയും നിൻ്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. ആരാണ് ഇവർ? പിന്നെ അവർ പറയുന്നത്, വരുവീൻ, ഇസ്രയേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക. അവരുടെ പേർ ഇനിയും ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. ഇസ്രയേലിൻ്റെ പേര് ഇനി ഓർക്കരുത്. അപ്പോൾ ഒരു പറ്റം ജനങ്ങൾ കൂടി ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തുകയാണ്. ഇസ്രയേൽ ഒരു ജാതിയാകാതെ അവരെ മുടിച്ചു കളയണം, നമ്മളവരെ തകർത്ത് കളയണം. ആരൊക്കെയാണ് ഈ ജാതികളെന്ന് ഇവിടെ പറയുന്നുണ്ട് 6-ാം വാക്യത്തിൽ. അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. അപ്പം ഈ ജനത്തിന്, ഇസ്രയേലിനെതിരായിട്ട് ഒരു സഖ്യത അവിടെ നടത്തി. ഇവിടെ കൃത്യമായിട്ട് പറയുന്നു, ഇസ്രയേൽ ഒരു ജാതി ആയിരിക്കാതെ വേണം അവരെ മുടിച്ചു കളയുക. ഇത് ഏകദേശം 2600-700 വർഷം മുൻപുള്ള ഒരു സങ്കീർത്തന ഭാഗമാണ്. അപ്പോൾ ആ സങ്കീർത്തന ഭാഗത്തിൽ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു, ഇസ്രയേൽ എന്ന് പറയുന്ന അബ്രഹാമിൻ്റെ സന്തതിയെ ഒരു ജാതിയല്ലാതെ മുടിച്ചു കളയണം എന്നൊരു പദ്ധതി ഇവിടെ ചിലരിടുന്നു. അതിനെക്കുറിച്ച് ഇനി നമുക്ക് നോക്കുമ്പം മനസ്സിലാകും ഇന്ന് നടക്കുന്ന ഇസ്രയേൽ ഇറാൻ യുദ്ധം ഏതർത്ഥത്തിലാണ് പോകുന്നത്, ദൈവവചനം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു. ഇനി അതിൻ്റെ 6-ാം വാക്യം, ഏദോമ്യരുടെയും എണ്ണിക്കോണം, ഇസ്മായിലുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹർഗരും കൂടെ ഗബാലും അമോനും അമാലേക്കും ഫെലിസ്ത്യ ദേശവും സോർ നിവാസികളും അശ്ശൂരും അവരോട് യോജിച്ചു. അപ്പോൾ ഇത്രയും ജാതികളാണ്, 10 ജാതികളാണ് ഇസ്രയേലിനെതിരായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്, കൂട്ടമുണ്ടാക്കുന്നത്. ഇവർ പറയുന്ന, ഇവരുടെ എഗ്രിമെൻറ്റിൽ ഇവർ ഐക്യമത്യപ്പെട്ട് തീരുമാനിച്ചത് എന്താണ്? ഇവർ ഇസ്രയേൽ ഒരു ജാതി ആയിരിക്കരുത്, അവരെ മുടിച്ചു കളയുക, അവരുടെ പേരിനിയും ഭൂമിയിൽ ആർക്കും ഓർക്കരുത്, എന്നുവെച്ചാൽ അവരെ ഉന്മൂലനാശം ചെയ്തു കളയണം. ഇങ്ങനെയൊരു പദ്ധതിയാണ് ഈ പറയുന്ന ഇത്രയും രാജ്യങ്ങൾ കൂടി ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത്, പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. ഈ പ്രവാഹങ്ങൾ എന്ന് പറയുന്നത് അത് വെള്ളപ്പൊക്കവും വെള്ളവും കടലുമല്ലെന്നും, അവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ സീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, കടൽ. അപ്പോൾ ആ കടലല്ലെന്നും അത് ദുഷ്ടജാതികളാണെന്നും അവരുടെ ഒരു കൂട്ടുകെട്ട് ഈ ലോകത്തിൽ നടക്കുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ ആ കൂട്ടുകെട്ട് ചെളിയും കല്ലും അല്ലെങ്കിൽ ചെളിയും മറ്റും നുരച്ചു പൊന്തി വലിച്ചെറിയുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അവർ ദുഷ്ടജാതികളാണെന്നും ആ ജാതികളാണ് ഇവിടെ പറയുന്ന 10 ജാതികളെന്നും നമുക്ക് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവരുടെ ലിസ്റ്റ് ഇവിടെ കൊടുക്കുന്നു. ഏദോമ്യർ, ഇസ്മായിലർ, മോവാബ്യർ, ഹഗരിയർ, ഗബാല്, അമോന്യർ, അമാലേക്ക്, ഫെലിസ്ത്യർ, സോറ്, അശൂര്, ഇങ്ങനെയുള്ള 10 രാജ്യങ്ങളാണ്, 10 ജാതികളാണ്. ഇവർക്ക് ആർക്കെതിരായിട്ടാണ് ഇവർ കൂട്ടുകെട്ട് നടത്തുന്നത്? അത് നമുക്കറിയാമല്ലോ, ഇസ്രയേലിനെതിരായിട്ട്. അപ്പോൾ ഇസ്രയേലിനെ കുറിച്ച് ഞാൻ 1-2 കാര്യം പറഞ്ഞോട്ടെ. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം BC 2052 അബ്രഹാമിനെ ഇന്നത്തെ ഇറാൻ ഭാഗമാകുന്ന മെസൊപ്പൊത്തേമിയയിലെ ഊരിൽ നിന്നും വിളിച്ചുകൊണ്ട് ദൈവം ഹെബ്രോനിലേക്ക് ചെല്ലുന്നത്, അല്ലെങ്കിൽ യെരുശലേമിലേക്ക് വരുത്തുന്നത്. എന്നിട്ടാണ് പറയുന്നത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. ഉൽപ്പത്തി 17:5 പറയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി ദൈവം അബ്രഹാമിൽ കൂടെ തുടങ്ങുകയായിരുന്നു. അങ്ങനെ ആ പദ്ധതിയുടെ തുടക്കത്തിന് അബ്രഹാമിനെ വിളിച്ചു കൊണ്ടുപോകുന്നു. അത് BC 2052 ഏകദേശ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. അതേസമയം പിന്നീട് അബ്രഹാമിൻ്റെ സന്തതികൾക്ക് അവർ മിസ്രയിൽ പോയി പാർത്തു. അവിടുന്ന് ദൈവം അവരെ മോശയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു, ഫറവോൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച്. അങ്ങനെ അവർക്ക് ഹോരോബിൽ വെച്ച് ന്യായപ്രമാണം കൊടുക്കുന്നു. അത് BC 1547.
അവർക്ക് പിന്നെ ന്യായാധിപന്മാരുടെ കാലത്തിൻ്റെ തുടക്കം 1507 മുതലാണ്. അതിനുശേഷം ഡേവിഡ് രാജാവിൻ്റെ കാലത്തിൻ്റെ തുടക്കം 900 BC 996. ശലോമോൻ രാജാവിൻ്റെ തുടക്കം BC 960. അപ്പോൾ ഈ ഇത്രയും കാലഘട്ടം ഏതാണ്ട് ഇന്നിപ്പോൾ കൃപായുഗമെന്ന് പറയുന്നത് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് ശേഷം വേണ്ടി 2026 വർഷമായിരിക്കുന്നു. അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ 2026 വർഷമായിരിക്കുന്നു. അതുകൂടാതെ പഴയ നിയമത്തിൽ ഇവരുടെ അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പ് 2000 വർഷം വരുമ്പോൾ 2052 വർഷം വരുമ്പോൾ ഏകദേശം 4000 ചില്ലുവാനം വർഷങ്ങൾക്ക് മുൻപേ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ജാതി ഇവിടെ ഉടലെടുത്തു. അവരുടെ രാജ്യം സ്ഥാപിക്കപ്പെട്ടു. അവരുടെ പ്രധാന രാജാക്കന്മാരിൽ പലരും ഏതാണ്ട് ഇസ്രയേലിലെ 19 രാജാക്കന്മാരും യഹൂദയിലെ ഏതാണ്ട് 20 രാജാക്കന്മാരും വാണു. അതിലെ പ്രധാന ആദ്യത്തെ രാജാക്കന്മാർ ശൗല്, രണ്ടാമത്തെ രാജാവ് ദാവീദ് രാജാവ്, മൂന്നാമത്തേത് ജ്ഞാനിയിൽ ജ്ഞാനിയായ സോളമൻ. ലോക പ്രശസ്തനാണ്, ലോക ചരിത്രത്തിൽ ഇവരുടെ എല്ലാവരുടെയും പേരുള്ളതുമാണ്. അപ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇവിടെ നിലനിന്നിരുന്നു. അവരുടെ പ്രധാന ദേവാലയം ശലോമോൻ പണി കഴിപ്പിച്ച യെരുശലേം ദേവാലയമായിരുന്നു. അത് യെരുശലേമിലാണ് പണിതത്. BC 606 കാലഘട്ടത്തിൽ ബാബിലോണ്യ രാജാവായ നെബൂഖദ്നേസർ വന്ന് നശിപ്പിച്ചു, തീയിട്ട് ചുട്ടുകളഞ്ഞു. അതിനെ വീണ്ടും ബാബേൽ പ്രവാസമാകുന്ന 70 വർഷം കഴിഞ്ഞ് മേദ്യപെർഷ്യനായ കോരശിൻ്റെ കാലം വരുമ്പോൾ കൽപ്പന കൊടുക്കുകയും അർത്തഹശ്വര രാജാവ് വീണ്ടും പണിയാൻ കൽപ്പന കൊടുക്കുകയും മുടങ്ങിക്കിടന്ന പണി വീണ്ടും പണിയുമൊക്കെ ചെയ്ത് സെരുബ്ബാബേലിൻ്റെ ദേവാലയം എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ ദേവാലയം അവർ പണിത് അതിൻ്റെ പ്രതിഷ്ഠ നടത്തി. പിന്നീട് കാലാകാലങ്ങൾ കഴിഞ്ഞ് ആ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനായ ഹേരോദാവ് ഏകദേശം 40 വർഷം കൊണ്ട് ഇസ്രയേൽ ജനത്തെ പ്രീതിപ്പെടുത്തുവാൻ യൂദാ നാടുകളിലെ ഇസ്രയേൽ ജനത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു ദേവാലയം പണിയുന്നു. ആ ദേവാലയം മോറിയ മലയിലാണ് പണിയുന്നത്. ആ ദേവാലയം AD 70 നശിപ്പിക്കപ്പെട്ടു. AD 70 ആ ദേവാലയം നശിപ്പിക്കാനുള്ള കാരണം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമാണ്. അപ്പോൾ യേശുക്രിസ്തു ആ ദേവാലയത്തെ നോക്കിയിട്ട് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും ലൂക്കോസ് 21-ലും യേശുക്രിസ്തു പറയുന്നുണ്ട്, ഈ ദേവാലയത്തിൻ്റെ കല്ലിന്മേൽ ശേഷിക്കത്തില്ല. അങ്ങനെ AD 70 റോമൻ സൈന്യാധിപനാകുന്ന തീത്തോസിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 1,00,000 പടയാളികൾ വന്ന് ദേവാലയത്തെ കുത്തിയിടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അതിൻ്റെ കല്ലിന്മേൽ ശേഷിക്കാതെ നശിപ്പിക്കാൻ കാരണം അതിൻ്റെ കല്ലുകളുടെ ഇടയിൽ സ്വർണ്ണക്കട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ള കിംവദന്തി പരത്തിയിരുന്ന ശത്രുക്കൾ. അങ്ങനെ അതിൽ വിശ്വസിച്ചാണ് ഈ തീത്തോസ് വന്നതിനെ കല്ലിന്മേൽ ശേഷിക്കാതെ കുത്തിയിടിച്ച് കളഞ്ഞത്. ഏത് കല്ലിൻ്റെ അടിയിലാണ് ഈ സ്വർണ്ണക്കട്ടി ഇരിക്കുന്നവർക്കറിയത്തില്ലല്ലോ. അങ്ങനെ ഓരോ കല്ലും അവർ ഇടിച്ച് നിരത്തിയെടുത്തു. അങ്ങനെയാണ് ഈ ഇസ്രയേലിൻ്റെ ചരിത്രം. വെച്ചാൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം 4000 വർഷം മുൻപ് ഉണ്ടായിരുന്നു. അവിടെ രാജധാനി ഉണ്ടായിരുന്നു. അവരുടെ പ്രധാന രാജാക്കന്മാർ ദാവീദും ശലോമോനും ശൗലും പിന്നെ ഇങ്ങോട്ട് ഉള്ള രാജാക്കന്മാരുമൊക്കെ ഭരിച്ചിരുന്നു. അങ്ങനെ ആ വംശത്തിൽ നിന്നാണ്, യഹൂദാ ഗോത്രത്തിൽ നിന്നാണ് ലോകരക്ഷിതാവായ യേശുക്രിസ്തു വിശുദ്ധ മറിയം ഖുറാനിൽ പറയുന്നുള്ള റൂഹയാൽ അല്ലെങ്കിൽ പരിശുദ്ധ ബൈബിളിൽ പറയുന്നുള്ള പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്നു. അവൻ ഇമ്മാനുവേൽ നമ്മോടുകൂടി എന്നർത്ഥമുള്ള യേശു എന്ന് പേർ വിളിക്കുന്നു. ആ യേശുവിടെ 33.5 വർഷം ജീവിച്ചു. അതിനുശേഷം റോമൻ സൈന്യാധിപന്മാരും യഹൂദന്മാരും ജാതികളും കൂടെ ചേർന്ന് യേശുവിനെ ക്രൂശീകരിക്കുന്നു. പക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. മാനവജാതിക്കുള്ള രക്ഷയ്ക്ക് വേണ്ടി ഒരു ബലി അർപ്പിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ യേശു ഇവിടെ യാഗമായി. യേശു ഏകദേശം പെന്തക്കോസ് നാളിൽ, യഹൂദൻ്റെ പെന്തക്കോസ് നാൾ വന്നപ്പോൾ 50-ാം ദിവസം ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ആ യേശു പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. യഹൂദൻ എന്ന് പറയുന്നൊരു ജാതി, ഇസ്രയേൽ എന്ന് പറയുന്നൊരു രാജ്യം ഇവിടെ നിലനിന്നിരുന്നു. അപ്പോൾ ഇനിയും ഈ ഇസ്രയേലിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഓർപ്പിക്കട്ടെ. ഈ ഇസ്രയേൽ AD 70 ചിതറിക്കപ്പെട്ടു. അവർ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പോയി. ഇംഗ്ലണ്ടിലെ, അമേരിക്കയിലെ, യൂറോപ്യൻ രാജ്യങ്ങളിലെ, ലോകത്തിലെ ഈ രാജ്യങ്ങളിലെല്ലാം പോയി. ദൈവം അവർക്ക് കൊടുത്ത ബുദ്ധി എന്ന് പറഞ്ഞ അപാര ബുദ്ധിയായിരുന്നു. നാസയിലെ മോസ്റ്റ്ലി ശാസ്ത്രജ്ഞന്മാർ യഹൂദന്മാരാണ്. എന്തിനാ, ഇപ്പോഴത്തെ ട്രംപിൻ്റെ മരുമോൻ പോലും ഒരു യഹൂദ വംശനാണ്. അങ്ങനെ അവിടെ വലിയ ഹൈ പോസ്റ്റിലായി. ഇന്ന് ഒരർത്ഥത്തിൽ അമേരിക്കയെ നിയന്ത്രിക്കുന്ന പോലും ഈ യഹൂദ ലോബിയാണ്. കാരണം
അവിടുത്തെ മെയിൻ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം അവരാണ് നിയന്ത്രിക്കുന്നത്. അത് പോട്ടെ. ലോകത്തിൽ കിട്ടിയിരിക്കുന്ന നോബൽ സമ്മാനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ 106-ലധികം നോബൽ സമ്മാനങ്ങൾ ഈ യഹൂദ ജാതി വംശർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഇസ്രയേൽ രാജ്യത്തിൻ്റെ പേരിലല്ല, അതെല്ലാം ഇവർക്ക് നാഷണാലിറ്റി കൊടുത്ത രാജ്യങ്ങളുടെ പേരിലാണ്. കൂടുതലും അമേരിക്കയ്ക്കാണ് അത് കിട്ടിയിരിക്കുന്നത്. കൂടാതെ ജർമ്മനി, റഷ്യയ്ക്കൊക്കെ യഹൂദൻ്റെ നോബൽ സമ്മാന ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ടോട്ടൽ യഹൂദൻ്റെ വംശത്തിൽ നിന്ന് അവരെ ജിന്നിൽ നിന്നുള്ള വന്നിരിക്കുന്ന മനുഷ്യവർഗത്തിൽ 6 നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പം വെറും 1 കോടി ജനങ്ങളുള്ള ഇസ്രയേലിന് 106 നോബൽ സമ്മാനങ്ങൾ കിട്ടിയെന്ന് പറയുമ്പോൾ 150 കോടിയുള്ള ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് കിട്ടിയിരിക്കുന്ന 6 നോബൽ സമ്മാനം അല്ലെങ്കിൽ 6.5 നോബൽ സമ്മാനമൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവരെ ചിതറിക്കപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു ഇവരെ കൂട്ടിച്ചേർക്കണം എന്നുള്ള. എസെക്കിയേൽ പ്രവചനം 37-38 പറയുന്നുണ്ട്, ഞാൻ ഇസ്രയേൽ മക്കളെ ഇസ്രയേൽ പർവ്വതങ്ങളിലേക്ക് മടക്കി വരുത്തും. ഇസ്രയേൽ പർവ്വതങ്ങളെ നിങ്ങൾ കൊമ്പുകളെ നീട്ടുവിൻ, എൻ്റെ ജനം മടങ്ങി വരുവാനായി. അങ്ങനെ ഇസ്രയേൽ വന്നു. മോശൈവം കുബൂട്ട്സ് എന്നൊക്കെ പറയുന്ന ടെക്നോളജിയിൽ കൂടി, അവർ അഗ്രികൾച്ചർ ടെക്നോളജിയിൽ കൂടി അവർ കൃഷി വികസിപ്പിച്ചെടുത്തു. ഇന്ന് യൂറോപ്പിലേക്ക് പോകുന്ന നല്ല ശതമാനം പഴവർഗ്ഗങ്ങളൊക്കെ ഇസ്രയേലിൽ നിന്നാണ് പോകുന്നത്. ഒത്തിരി സാധനം അവരുണ്ടാക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിലെ നമ്പർ 1 ടെക്നോളജികൾ ഒക്കെ അവരിൽ നിന്നാണ്. അയൺ ഡോമ്, അതുപോലെ തന്നെ പെഗസസ് എന്ന് പറയുന്ന സ്പൈ ചാരവർക്ക് സോഫ്റ്റ്വെയർ, ഇതെല്ലാം അവരുടേതാണ്. അങ്ങനെ അനേക ടെക്നോളജികളാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇസ്രയേലിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 10.18 മില്യനാണ്. എന്ന് പറഞ്ഞാൽ 1 കോടി അടുത്തുള്ള ജനസംഖ്യ ഇസ്രയേലിൽ ഇപ്പോഴുള്ളൂ. അവിടെ ഏരിയ എന്ന് പറയുന്നത് 21,639 സ്ക്വയർ കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ സ്ക്വയർ കിലോമീറ്റർ ഏരിയ എന്ന് പറയുന്നത് 38,863 സ്ക്വയർ കിലോമീറ്റർ ആകുമ്പോൾ ഇസ്രയേലിൻ്റെ 21,639 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, അല്ലെങ്കിൽ ദൈവമക്കളെ നമ്മൾ ഓർത്തോണം, ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം കേരളത്തിൻ്റെ ഏകദേശം പകുതിയേ ഉള്ളൂ. ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് 470 കിലോമീറ്ററും ഇതിൻ്റെ വെട്ടത്ത് പറയുന്നത് 135 കിലോമീറ്ററും. നമ്മുടെ കുമളിയിൽ നിന്ന് ആലപ്പുഴയ്ക്കുള്ള ഒരു ദൂരം, ഏകദേശം നൂല് പിടിച്ചാൽ കിട്ടുന്ന ഒരു ദൂരമെന്ന് വേണേൽ പറയാം. ഇസ്രയേലിലെ GDP എന്ന് പറഞ്ഞാൽ 610 ബില്യനാണ് US ഡോളർ. കേരളത്തിൻ്റെ GDP US ഡോളറിൽ പറഞ്ഞാൽ 167 ബില്യനാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചോണം, ഈ നമ്മുടെ കേരള ഗവൺമെൻറ്റും ഈ കേരളത്തിൻ്റെ പകുതിയുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ എത്ര അന്തരമാണ്. ഏകദേശം ഒരു 4 ഇരട്ടി വ്യത്യാസത്തിലാണ് ഇസ്രയേലിൻ്റെ GDP നിൽക്കുന്നത്. ഇനി അടുത്ത് നോക്കണം, ഇസ്രയേലിൻ്റെ ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡോളർ കണക്കിലാണ് ഞാൻ പറയുന്നത്. 7,500 US ഡോളറാണ് പെർ മന്ത് അവരുടെ ലിവിങ് കോസ്റ്റ്. പക്ഷേ കേരളത്തിൻ്റെ ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 280 US ഡോളറാണ് പെർ മന്ത് ആവറേജായി പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ നിലവാരം എന്താണ്, ഇസ്രയേലിൻ്റെ നിലവാരം എന്താണെന്നൊക്കെ നമ്മളൊന്ന് പഠിച്ചിട്ട് പോകണം. ഇവിടെ ഭരണാധികാരികളുടെ ഇവിടെ അങ്ങ് പാലും തേനും ആക്കി എന്നൊക്കെയാണ് വിളിച്ചു പോകുന്നത്. ഇവിടുത്തെ റോഡുകളിൽ കിടന്നുറങ്ങാൻ മെത്തയാണെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ഇസ്രയേലിലെ റോഡും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ റോഡും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ പോലും റോഡ് നോക്ക്. ഇനി ഒന്നും വേണ്ട, നിങ്ങൾ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ റോഡുകൾ പോയി ഒന്ന് നോക്ക്. അത് നോക്കിയിട്ട് വേണം കേരളം അങ്ങ് ഉയർന്നു എന്നൊക്കെ പറയാൻ. അടുത്തത്, ഇവരേതാണ്ട് അനേകം വാറുകൾ നടത്തി, അവരുടെ വാറുകളൊന്നും എണ്ണിയാൽ തീരാത്തല്ല. ഏകദേശം ഇപ്പോൾ 18 വാറുകൾ, യുദ്ധങ്ങൾ അവർ നടത്തി. അതിൽ അതിപ്രധാനമായ 7-8 വാറുകൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവരുടെ ഈ ശത്രുക്കളുടെ ഒരു 12 രാജ്യത്തിൻ്റെ ലിസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈജിപ്റ്റ്, ജോർദാന്, സിറിയ, ലെബനാൻ, ഇറാൻ, ഒമാൻ, സൗദിയ, UAE, ബഹ്റിൻ, ഖത്തർ, കുവൈറ്റ്, ഇറാഖ്. ഇവരെല്ലാം കൂടെ ചേർന്നാണ് 1948 മുതൽ സംഘടിച്ച് ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അതിൽ 6 ഡേയ്സ് വാർ എന്ന് പറഞ്ഞ 1967 വാറിൽ ഇതിൽ കൂടുതൽ രാജ്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ആ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കിടാം. ഈ 12 രാജ്യങ്ങളിൽ ഏകദേശം ഇവർക്ക് 51,743 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉണ്ട് ഈ ശത്രു രാജ്യങ്ങൾക്ക്, ഇവർക്ക് എതിരാളികൾക്കുള്ളത്. അതിനെ ഇസ്രയേലിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ക്വയർ കിലോമീറ്റർ 21,639 കൊണ്ട് നമ്മൾ ഭാഗിച്ചാൽ 275 ഇരട്ടി വലിപ്പമുണ്ട് ഈ ശത്രു രാജ്യങ്ങൾക്ക്. ഞാൻ ജസ്റ്റ് ഏരിയ മാത്രം എടുത്ത്, ഇനി അവരുടെ GDPയോ സമ്പൽ വ്യവസ്ഥയോ ഒക്കെ നമ്മൾ നോക്കിയാൽ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ അവരുടെ മുൻപിൽ ഒന്നുമില്ല. ഭൂമിശാസ്ത്രപരമായിട്ടില്ല, ജനസംഖ്യയിലില്ല, മിലിറ്ററി പരമായിട്ടില്ല,
സൈനികപരമായിട്ടില്ല, അതുപോലെ ഒന്നുമില്ല. അങ്ങനെ ഒരു രാജ്യമാണ്. പക്ഷേ അവർക്ക് ദൈവം കൊടുത്ത ടെക്നോളജികളും ബുദ്ധികളും ജ്ഞാനവും ഈ ത്തിൻ്റെ മുൻപിൽ ഇവർ 275 ഒന്നുപോലും വരത്തുമില്ല ഈ ശത്രു രാജ്യങ്ങൾ. അങ്ങനെയാണ് അവിടെ സൃഷ്ടിപ്പ്. അതിൻ്റെ കാരണമുണ്ട്. ദൈവം പറയുന്നുണ്ട് ഇവരുടെ ബുദ്ധിയെയും ജ്ഞാനത്തെയും ഞാൻ ഇല്ലാതാക്കുമെന്ന്. അതുകൊണ്ടാണ് ഈ ആവശ്യമില്ലാത്ത ഈ പരിപാടികൾക്കൊക്കെ പോകുന്നത്. അങ്ങനെ ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത ഒരു, പ്രത്യേകിച്ച് ഇറാൻ മുൻപിൽ നിന്ന്, ഇറാൻ്റെ ഒരു വലിയ പ്ലാനായിരുന്നു ഇസ്രയേലിനെ തകർക്കണം, ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം. അതിനുള്ള ബാലിസ്റ്റിക് മിസൈല്, ലോങ് റേഞ്ച്, ഷോർട്ട് റേഞ്ച് മിസൈലെല്ലാം അവർ ആയിരക്കണക്കിന് ആ മിസൈൽ ഉണ്ടാക്കി തരാൻ. എന്തിനു വേണ്ടി ഇവരുണ്ടാക്കുന്നത്? പാർലമെൻറ്റ് കൂടുമ്പോഴെല്ലാം പറയും ഡെത്ത് അമേരിക്ക, ഡെത്ത് ഇസ്രയേൽ എന്നാണ് ഇവർ വിളിച്ചു പറയുന്നത്. അവരുടെ പലസ്തീൻ സ്ക്വയറിൽ ഒരു ക്ലോക്ക് ഉണ്ടാക്കി വെച്ചത് ഇപ്പം ലോകം മുഴുവൻ എല്ലാവരും പ്രസിദ്ധമായല്ലോ. അതുപോലെ തന്നെ ഇവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ അങ്ങ് വക്കത്തെത്തി നിൽക്കുകയായിരുന്നു. 600 ചെല്ലുവാനും കിലോ അൺറിച്ച്ഡ് യുറേനിയം അവരുടെ കയ്യിലുണ്ട്. ഒരു മാസത്തിന് അവർ ബോംബിലേക്ക് കടക്കാൻ പോകുമ്പോഴാണ് മൊസാദ് ഇത് മണത്തറിഞ്ഞിട്ട് ഇസ്രയേലും അമേരിക്കയും കൂടി, കാരണം ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ തലയിലാണ് ഇത് കൊണ്ടിടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആരും സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ പ്രോക്സികളെയൊക്കെ വളർത്തി ഇവരിങ്ങനെ ഒരു രാജ്യത്തോട് എതിർത്ത്, ഇവരുടെ രാജ്യത്തിൻ്റെ ഉയർച്ചയല്ല ഇവർ നോക്കുന്നത്, എങ്ങനെയെങ്കിലും ഇസ്രയേലിനെ ഇല്ലാതാക്കണം, അമേരിക്ക ഇല്ലാതാക്കണം. അതിപ്പോൾ ഒരു ലോകത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ലെന്നാണ് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഇവരുടെ ഒരു പ്ലാനായിരുന്നു ഒക്ടോബർ 7 ഹമാസിൻ്റെ ഒരു അതിക്രമിച്ച് കടത്തും. 251 പേരെ അവിടെ വെച്ച് തന്നെ സ്പോട്ടിൽ അവർ വെടിവെച്ച് കൊന്നു ഇസ്രയേലികളെ. 1500-ലധികം ആൾക്കാരെ ഇവർ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെയാണ് അവിടെ മുതലാണ് ഈ വാർ ഇങ്ങോട്ട് തുടങ്ങുന്നത്. ഏകദേശം 2.5 വർഷമായിട്ട് ഈ യുദ്ധം ഇപ്പോൾ നടക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇസ്രയേൽ സംബന്ധം ഒരു ചെറിയ ചരിത്രം. ഇനി നമുക്ക് ഈ അടുത്ത ഈ 10 രാജ്യങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ആരാണ് ഈ 10 രാജ്യങ്ങൾ? നിങ്ങൾക്കറിയാമോ? ഇതിനകത്ത് കേരളത്തിൻ്റെ ഒരു വിറ്റമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇടാം. നമ്മുടെ സൗമ്യ സന്തോഷം എന്ന് പറയുന്ന ഇടുക്കിക്കാരി ഒരു പെങ്കൊച്ച് 2021 ഹമാസ് അയച്ച റോക്കറ്റ് വീണ് മരിച്ചതുണ്ട്. അവിടെ പിക്ചർ ഞാനിപ്പോൾ ഇവിടെ ഇടാം. ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളമൊക്കെ ഇതുമായിട്ട് കണക്റ്റഡായി കിടക്കുക. ഇനി ഇവിടെ പറയുന്നത് നമുക്ക് ഈ പറയുന്ന 10 ജാതികളിലെ ഒരു ജാതിയാണ് ഏദോമ്യർ. ഇവർ ഏശാവിൻ്റെ വംശത്തിൽ നിന്ന് വന്നവരാണ്. ഉൽപ്പത്തി പുസ്തകം 36:9 നമുക്കത് കാണാം. ഇവർ ഏശാവ് വംശമാണ്. ഉൽപ്പത്തി പുസ്തകം 36:8 നമുക്ക് കാണാം. ഇവർ കുടിയേറി പാർത്ത സേയീർ പർവ്വതത്തിലാണ്. ഇവിടെ ഏദോമെ, അതിന് മേളിൽ മോബാബെ, അതിന് മേളിൽ അമോന്യർ വരുന്നു. ഇവർ ഇസ്രയേൽ മക്കളെ മോശയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈജിപ്തിൽ നിന്നും ഇവരുടെ ദേശത്തൂടെ കടന്നു പോകണം. ഷോർട്ട് കട്ട് അവർക്കതാ വഴി. അപ്പോൾ ഏദോം, ആക്ച്വലി ഇവരാരാ? ഏദോം എന്ന് പറഞ്ഞാൽ ഏശാവിൻ്റെ മക്കൾ, യാക്കോബിൻ്റെ സഹോദരനാണ് ഏശാവിൻ്റെ മക്കളാണ്. ഇവർ കസിൻസാണ്. അപ്പോൾ അതിലെ ഞങ്ങൾ പൊക്കോട്ടയും ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു നോ, ഞങ്ങളുടെ ദേശത്തൂടെ പോകാൻ പറ്റുകയില്ല. അങ്ങനെ ചുരുക്കി പറയട്ടെ, ഈ ഏദോമും ഇസ്രയേലുമായിട്ട് അനേക യുദ്ധങ്ങൾ നടന്നു. ഏദോം ഇസ്രയേൽ അനേക യുദ്ധങ്ങൾ നടന്നു. ഉൽപ്പത്തി പുസ്തകം 26:34-35 വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. ഏശാവിന് 40 വയസ്സായപ്പോൾ അവൻ ഹിത്യനായ ബേരിയുടെ മകൾ യഹൂദത്തിനെയും ഏലോൻ്റെ മകൾ ബസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. അതുകൂടാതെ ഇസ്മായേലിൻ്റെ ഒരു മകളെയും ഈ ഏശാവ് കല്യാണം കഴിച്ചിരുന്നു. ഇസ്മായേലിൻ്റെ മകളെ 3 ഭാര്യമാരായിരുന്നു. ആ വംശത്തിൽ അനേക കുഞ്ഞുങ്ങളുണ്ടായി. ഏശാവിൻ്റെ വംശത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദാ ഭാര്യയായിരുന്നു, അവന് ബസമത്ത് ഭാര്യയായിരുന്നു, അതുപോലെ ഹോലിയോ ഭാര്യയായിരുന്നു. ആദാമിൽ നിന്ന് എലിഫാസ് ഉണ്ടാകുന്നു. അതുകൂടാതെ എലിഫാസിൻ്റെ വെപ്പാട്ടിയായിരുന്നു, ഭാര്യയുടെ തോഴിയായിരുന്നു തിന്മ. ആ തിന്മയിൽ മക്കളുണ്ടാകുന്നു. അത് ഉൽപ്പത്തി 36:12 കാണാം. തിന്മയിലൊരു മകനുണ്ടായിരുന്നു, അതാണ് അമാലേക്ക്. അമാലേക്ക് എന്ന് പറയുന്നതൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. അമാലേക്ക് വംശം ഇന്ന് കുറച്ച് ഈ ഇറാനിലുണ്ട്. ഇറാനിലൊരു മിക്സ് ജനമാണ്, ഏകദേശം കുറച്ച് മിക്സ് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് അമാലേക്ക്. അമാലേക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇവർ മല്ലന്മാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവർ സെയീർ പർവ്വതത്തിൽ പാർത്തു. ഇസ്രയേലുമായിട്ട് ഭയങ്കര യുദ്ധങ്ങളും ഇസ്രയേലിൻ്റെ ഒരു ശത്രുവായിട്ട് ഈ ഏശാവ് വംശം വരികയാണ്. ഇതാണ് ഒന്നാമത്തെ വംശത്തെക്കുറിച്ച് അവിടെ പറയുന്ന ഏദോമ്യ വംശം.
രണ്ടാമത്തെ വംശം അവിടെ പറയുന്ന ഇസ്മായിലിയരാണ്. ഇസ്മായിലിയെക്കുറിച്ച് നമുക്കറിയാം. അബ്രഹാമിൻ്റെ ഭാര്യ സാറായിയുടെ തോഴിയായിരുന്നു, അല്ലെങ്കിൽ ഹാഗർ. അങ്ങനെ സാറായുടെ നിർബന്ധത്താൽ സാറായിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ വന്നപ്പോൾ സാറ അബ്രഹാമിനോട് പറയുന്നു, നീ പോയി എൻ്റെ ദാസി ഹാഗാറിനെ പരിഗ്രഹിക്കുക. അങ്ങനെ കുഞ്ഞുണ്ടാകുന്നതാണ് ഇസ്മായിൽ. പക്ഷേ പിന്നീട് സാറായിക്ക് ഇസാക്ക് ജനിക്കുമ്പോൾ ഈ ഇസ്മായിലുമായിട്ട് ഇവിടെ വീട്ടിൽ കലഹമുണ്ടാകുകയും, അല്ലെങ്കിൽ ഈ ഹാഗറും സാറയും കൂടി ഒരു കലഹത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഇസ്മായിലിനെ, അല്ലെങ്കിൽ ഹാഗറിനെ ഇസ്മായിലിനെ ഇറക്കി വിടുകയാണ്. അതുകൂടാതെ അബ്രഹാമിൻ്റെ മറ്റൊരു ഭാര്യ എന്ന കെതൂറിൽ 6 കുഞ്ഞുങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 25:1-6 വരെ കാണാം. ഇസ്ഹാക്ക് വാഗ്ദത്ത പുത്രനായതുകൊണ്ട് ഈ ഇസ്മായിലിയെയും അതുപോലെ തന്നെ ഈ കെതൂറുടെ മക്കളെയും എല്ലാം ഓഹരി എല്ലാം കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങളിപ്പോൾ ഒരുമിച്ച് പാർത്താൽ ശരിയാകത്തില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, കുറച്ച് കിഴക്കോട്ടങ്ങ് മാറ്. കഴിഞ്ഞ ദിവസം ഞാൻ കിഴക്കിൻ്റെ പ്രത്യേകത പറഞ്ഞിരുന്നു. അങ്ങനെ ഇവരെ യെരുശലേമിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക്, ഇന്നത്തെ നമ്മൾ പറഞ്ഞ സിറിയ, ജോർദാൻ, ഈ വെസ്റ്റ് ബാങ്ക് എന്നൊക്കെ പ്രദേശങ്ങളിലേക്കൊക്കെയാണ് ഇവരെല്ലാം മാറി പാർത്തത്. പ്രത്യേകിച്ച് ഇസ്മായിലിൻ്റെ വംശം വന്ന് പാർത്തത് ഇന്നത്തെ സൗദി അറേബ്യ, ആ ഭാഗത്തൊക്കെ അവർ വന്ന് പാർത്തത്. ഓക്കെ, മൂന്നാമത്തെ വംശമാണ് മോബാബ്. ഈ മോബാബ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ലോത്തിന് 2 പെൺമക്കളുണ്ടായിരുന്നു. ലോത്ത് കൂടാരം മാറ്റി അടിച്ച് നല്ല പച്ചപ്പ് നോക്കി ലോകമോഹങ്ങളൊക്കെ നോക്കിപ്പോയി അവസാനം കെണിയിൽ ചെന്ന് ചാടിയ മൂത്ത മകളുടെ മകനാണ് മോബാബ്. രണ്ടാമത്തെ അനിയത്തിയുടെ മകളാണ് അമോന്യർ. ഇങ്ങനെ 2 ജാതി ലോത്തിൽ നിന്ന് ഉത്ഭവിക്കുകയാണ്. എന്നുവെച്ചാൽ സെമസ്റ്റിക് വംശമാണിത്. എന്നുവെച്ചാൽ അബ്രഹാമിൻ്റെ ശേം വർഗത്തിൽ നിന്നാണ് ഈ അബ്രഹാമും ലോത്തുമെല്ലാം വരുന്നത്. ഇനി 4ാമത്തെ വംശമാണ് ഹഗേർ എന്ന് പറഞ്ഞാൽ ഹാഗാറിൻ്റെ വംശം. അതെന്താ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായത്? കാരണം ഇസ്മായിലി വംശത്തിൽ നിന്നും ഒരു കൂട്ടരെ അവർ പറഞ്ഞു, നമ്മുടെ അമ്മയെ അപ്പനെ ഇറക്കി വിട്ടതാണ്, അതുകൊണ്ട് നമ്മുടെ അപ്പൻ്റെ പേരൊന്നും നമ്മൾ ഇനിയും കൂടുതൽ എടുക്കണ്ട, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മയുടെ പേരിൽ അറിയപ്പെടാം. അതാണ് ഹാഗേരിയ വംശം. ഉൽപ്പത്തി 25:12-18 അവർ ഇസ്മായിലിൻ്റെ മക്കളാണ്. ലെബനോണിലുള്ള ഒരു ഗോത്രവർഗമായിട്ടാണ് ഇപ്പോൾ അവർ അറിയപ്പെടുന്നത്. ഇന്നത്തെ സീനായ് പെനിൻസുലയിൽ അവർ പാർക്കുന്നത്. അവർ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വെസ്റ്റ് ബാങ്കിനോടൊക്കെ അടുത്ത് ചേർന്ന് ജോർദാൻ്റെ ഭാഗത്തായിട്ട് അവർ പാർക്കുന്നു. 5ാമത്തേത് ഗബാലാണ്. ഗമാൽ എന്ന് പറഞ്ഞാൽ 1 രാജാക്കന്മാർ 5:18 കല്ല്, മരം എന്നിവ പണികാരായിരുന്നു ഇവർ. പ്രത്യേകിച്ച് ഈ ശലോമോൻ്റെ ദേവാലയ പണിക്കൊക്കെ ശലോമോൻ വിളിച്ചാക്കിയതാണ്. ലെബനോനിലുള്ള ഒരു ഗോത്രവർഗമെന്ന് ഇവരെ പറയാം. സോറ്, സീദോൻ എന്നൊക്കെ പറയുന്ന പ്രദേശം ഇവരുടേതായിരുന്നു. ഇവരാണ് അവിടെ പാർത്തത്. അങ്ങനെ സോറ് നിങ്ങൾക്കറിയാമല്ലോ, ഒരു വിഗ്രഹാരാധന കേന്ദ്രമാണ്. സോറെന്ന് പറയുന്നത് ഈ സീദോനിൽ നിന്ന് ഏകദേശം കടൽ തീരത്ത്, കടലിൽ ഏകദേശം ഒരു 21 കിലോമീറ്റർ അകത്തുള്ള ഒരു ദ്വീപാണത്. പക്ഷേ അത് സോറിന് 21 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ നിയറാണ്. അപ്പോൾ അവിടെയാണ് ഇവർ, ഈ സോർ നിവാസികൾ, അവിടെയാണ് ഗബാൽ എന്ന് പറയുന്നവർ പോയി പാർത്ത സ്ഥലങ്ങൾ. ഇവരെല്ലാം ഇസ്രയേലിനെതിരായിട്ട് വന്ന രാജ്യങ്ങളാണ്. ഇനി 6ാമത്തെ രാജ്യമാണ് അമോന്യർ. അമോന്യരെ കുറിച്ച് നമുക്കറിയാം, നേരത്തെ പറഞ്ഞാൽ ലോത്തിൻ്റെ ഇളയ മകളിൽ നിന്നും ഉണ്ടായതാണ്. ഉൽപ്പത്തി 19:38 ഇളയ മകളിൽ നിന്നുണ്ടായതാണ്. ഈസ്റ്റ് ജോർദാനിലാണ് അവർ വസിക്കുന്നത്. ഇവർ മല്ലന്മാരായിരുന്നു. ഇവർ നല്ല മല്ലന്മാരായിരുന്നു. യുദ്ധം ചെയ്യാനും നല്ല ആചാരബഹുക്കളുമൊക്കെ ആയിരുന്നു ഈ അമോന്യർ. ഇനിയും നമുക്ക് അടുത്ത 7ാമത്തെ ജാതിയാണ് അമാലേക്ക്. യേശാവിൽ നിന്നാണ് അമാലേക്ക് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യേശാവിൻ്റെ മകൻ്റെ ഭാര്യ വെപ്പാട്ടിയായ തിന്മയിൽ നിന്നാണ് ഈ അമാലേക്ക് ഉണ്ടാകുന്നത്. ആദ്യം യുദ്ധത്തിന് രഫീദീമിൽ ഇസ്രയേൽ മക്കൾ മോശയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം യുദ്ധത്തിന് വന്നത് അമാലേക്കാണ്. അപ്പോഴാണ് മോശ കൈ ഉയർത്തിപ്പിടിച്ച്, അത് നമുക്ക് ഉൽപ്പത്തി 17:8 കാണാം. ആദ്യം യുദ്ധത്തിന് വന്നു, കൈ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇസ്രയേൽ ജയിക്കും, കൈ താഴുമ്പോൾ അമാലേക്ക് ജയിക്കും. അപ്പം അന്നേ ദൈവം അവരോട് പറഞ്ഞിരുന്നു, ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മയെ മായിച്ചു കളയും ഭൂമിയിൽ നിന്ന്. കാരണം എൻ്റെ ജനമാകുന്ന ഇസ്രയേൽ വന്നപ്പോൾ അവരെ എതിർത്തവരാണ്. അപ്പോൾ തന്നെ മോബാബിനോടും പറയുന്നുണ്ട്, അമോന്യരോടും പറയുന്നുണ്ട്, മോബാബിനോടും പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ജനത്തെ അളിയെ കടത്തി വിട്ടില്ല നിങ്ങളുടെ ദേശത്തൂടെ, അതിന് നിങ്ങൾക്ക് ഞാൻ ശിക്ഷ തരുമെന്നൊക്കെ നമുക്ക് തിരുവചനത്തിൽ കാണാം.
അപ്പോൾ ഈ അമാലോക്കിൻ്റെ ഓർമ്മയെ മായ്ച്ചു കളയും. പിന്നെ പല അവസരങ്ങൾ ദൈവം ഇസ്രായേലിൻ്റെ ലീഡർഷിപ്പിന് കൊടുത്തു, പ്രത്യേകിച്ച് ശൗലിനുമൊക്കെ കൊടുത്തു. ഒരിക്കൽ ശൗലിനോട് ശൗമേൽ പ്രവാചകൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നിൻ്റെ മുൻപിൽ അമാലേക്ക് വരുന്നുണ്ട്, നീ അമാലേക്കിനോട് യുദ്ധം ചെയ്യണം, അവരെ തോൽപ്പിക്കണം, നിർമൂലനം ചെയ്യണമെന്നാണ് പറയുന്നത്. 1 ശൗമേൽ 15:3. അമാലേക്കിനെ നിർമൂലമാക്കുക, കനിവ് തോന്നരുത്. കാരണം കനിവ് തോന്നാൻ സാധ്യതയുണ്ടെന്ന്, കാരണം ഈ ശൗലിനെ ദൈവത്തിന് അറിയായിരുന്നു. ഇവൻ പോയിട്ട് എന്ത് ചെയ്തു? ഇവൻ ഈ അമാലേക്ക് രാജാവായി ആഖാഗിനോട് ചെന്ന് ബന്ധിച്ച് പുള്ളിയുടെ രാജധാനിയും റാണിമാരെയും അവിടുത്തെ കുറേ നല്ല പെൺപിള്ളാരെയും അവിടുത്തെ കുറേ കൊഴുത്തു തടിച്ച മൃഗങ്ങളെയെല്ലാം കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് ഇതിനെ പുറകുവശത്തൊക്കെ കൊണ്ടൊക്കെ നിർത്തി ഇവിടെ അന്തഃപുരത്തിലൊക്കെ പാർപ്പിച്ചിരിക്കുമ്പോൾ ശൗമേൽ അതിലെ ചെന്ന് ചോദിച്ചു, നീ എന്തോ ചെയ്തു? ഞാൻ പറഞ്ഞൊക്കെ ചെയ്തോ? ഉടനെ പറഞ്ഞു ചെയ്തെന്ന് പറഞ്ഞു. ഉടനെ ശൗമേൽ ചോദിക്കുകയാണ്, ഞാൻ കേൾക്കുന്ന ഈ മുക്കറയും ശബ്ദമൊക്കെ ഇവിടുന്ന, അത് നീ എവിടുന്ന് കൊണ്ടുവന്ന? അപ്പം പെട്ടു. അപ്പം പറയുന്നു, ശൗമേൽ പറയുന്നുണ്ട്, നീ കാണിച്ചത് പോഷത്വമാണ്, നീ യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്തു. 1 ശൗമേൽ 15:17-19. നീ യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്തു. അങ്ങനെ 1 ശമൂവേൽ 15:33 ശൗമേൽ പ്രവാചകൻ ആഖാബിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കൊല്ലുന്നതായിട്ടാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു മർമ്മം, ഈ അമാലേക്കിനെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഇവരെ നെഗേവ് മരുഭൂമിയിലാണ് ഇവർ പാർത്തത്. ഈ അമാലേക്ക് വംശര് കൂടുതലും ഇറാനിലുണ്ട്. അതിൻ്റെ തെളിവാണ് എസ്തേറിൻ്റെ പുസ്തകം. എസ്തേറിൻ്റെ പുസ്തകം ഇന്ന് നടക്കുന്ന സംഭവങ്ങളുടെ ഒരു നിഴലാണ്. എങ്ങനെ ആൻറ്റി ക്രൈസ്റ്റ് വരുമോ അതിൻ്റെ നിഴലായി ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് യെരുശലേം ദേവാലയത്തെ നശിപ്പിച്ച് അതിനകത്ത് പന്നിയെ യാഗം കഴിച്ച് ശമൂസ് ദേവൻ്റെ പ്രതിമ പ്രതിഷ്ഠിച്ചോ, യൂപ്പിറ്ററിൻ്റെയും മറ്റും പ്രതിമ പ്രതിഷ്ഠിച്ചോ, അതുപോലെ ഒരു നിഴൽ സംഭവമാണ് എസ്തേറിൻ്റെ സംഭവം. കാരണം എസ്തേറിൽ ഹാമാൻ, ആഖാക്യനായ ഹാമാന എന്ന് പറഞ്ഞാൽ ഈ ആഗാഗ് രാജാവിൻ്റെ വംശത്തിൽപ്പെട്ടവനാണ് ആഖാക്യ. ആ ആഖാക്യറിൽ ഒത്തിരി പേര് പോയി കുടിയേറി പാർത്തതാണ് ഈ പേർഷ്യൻ സാമ്രാജ്യം. ശൂഷൻ രാജധാനിയിലെ അഹശ്വേരോശ് രാജാവിൻ്റെ കഥയാണല്ലോ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ നടന്ന സംഭവം ഇസ്രയേലിനെ മുച്ചൂടും മുടിച്ചു കളയുക എന്നാണ് ഹാമാൻ കൽപ്പന ഇറക്കിയത്. ആ ഹാമാനെ അവനുണ്ടാക്കിയ കഴുകുമരത്തിൽ കയറ്റി എന്ന് പറഞ്ഞതുപോലാണ് ഇപ്പോഴത്തെ ഈ യുദ്ധവും നടക്കുന്നത്. ഹാമാൻ ഇവർക്ക് നിഴലായിട്ട് നിൽക്കുകയാണ്. ഈ ആഖാഗ്യർക്കും അമാലേക്കിനും എല്ലാം നിഴലായിട്ട് നിൽക്കുകയാണ്. ഇറാൻ ഇപ്പം നിഴലായിട്ട് നിൽക്കുകയാണ്. ഇറാൻ ഉണ്ടാക്കിയ യുറേനിയം ഇപ്പോൾ കെണിയായിട്ട് അവർക്ക് തന്നെ ഭവിക്കുകയാണ്. അവർ ഹോർമോസിനെ ബ്ലോക്ക് ചെയ്തു, അത് അവർക്ക് തന്നെ കെണിയായിട്ട് ഭവിക്കുകയാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു 20 years or 30 years ബാക്കിലേക്ക് പോയെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഈ അമാലേക്ക് ഇസ്രയേൽ പർവ്വതങ്ങളിലെ ജാതികൾക്ക് അവകാശമായി കൊടുത്തു എസെക്കിയേൽ. എന്നാൽ 37:22 ഞാൻ അവരെ ഇസ്രയേൽ പർവ്വതങ്ങൾ മടക്കി വരുത്തും. ആരെ? ചിതറിപ്പോയ ഇസ്രയേലിനെ. അങ്ങനെയാണ് 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാകുന്ന ഇവിടെ. ആ ലോകമഹായുദ്ധങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എസെക്കിയേൽ 21:27 ഉന്മൂലനാശം, ഉന്മൂലനാശം, ഉന്മൂലനാശം എന്ന് 3 പദങ്ങൾ കാണാം. അത് 3 ലോകമഹായുദ്ധങ്ങളെക്കുറിച്ച്. ലോകം എങ്ങനെ ഈ 3 മഹായുദ്ധങ്ങൾ എന്ന് പറയാൻ കാരണം? 2 പറഞ്ഞില്ല, 4 പറഞ്ഞില്ല, 10 പറഞ്ഞില്ല, 3 പറയാനുള്ള തെളിവ് കിട്ടിയേക്കുന്നത് ബൈബിളിൽ നിന്നാണ്. എസെക്കിയേൽ 21:27. അതുകൂടാതെ എസെക്കിയേൽ 37:38 ഉടനെ ഒരു ശബ്ദം കേട്ടു, ഉടനെ ഒരു മുഴക്കം. ഉടനെ എന്ന് പറയുന്നൊരു ചെറിയ ഗ്യാപ്പ് 20 years. അത് 1ാം ലോകമഹായുദ്ധം നടന്നു. 1914-19 1ാം ലോകമഹായുദ്ധം നടന്നു. അതിനുശേഷം 1939-1945 2ാം ലോകമഹായുദ്ധം നടന്നു. ആ യുദ്ധത്തിലാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ട് ലിറ്റിൽ ബോയ്, ഫാറ്റ്മാൻ എന്ന് പറയുന്ന 2 ബോംബുകൾ, ആറ്റം ബോംബുകൾ ഇടുന്നത്. അങ്ങനെ ജപ്പാനും ജർമ്മനിയും എല്ലാം സറണ്ടർഡ് ആകുന്നു. അതോടുകൂടി 1ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് അപ്പോൾ തുർക്കിയുടെ കയ്യിലിരുന്ന ഈ ഇസ്രയേലിൻ്റെ പഴയ ദേശം അത് ആർക്ക് കിട്ടുന്നു? ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ കിട്ടുന്നു. 1ാം ലോകമഹായുദ്ധം. അത് കഴിഞ്ഞാണ് ഭൂകമ്പം വന്ന 2ാം ലോകമഹായുദ്ധം നടക്കുന്നത്. ആ 2ാം ലോകമഹായുദ്ധത്തോടു കൂടി ഇസ്രയേലിയ ശാസ്ത്രജ്ഞന്മാർ ഇംഗ്ലണ്ടിനെയും അമേരിക്കയെയും വെടിമരുന്നും വെടിക്കോപ്പുകളും ബോംബിൻ്റെ ടെക്നോളജിയുമൊക്കെ
അതിൻ്റെ കണ്ടൻറ്റൊക്കെ അവർ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രതിഫലമായിട്ട്, കാരണം അതുകൊണ്ടാണ് ഇവർ യുദ്ധം ജയിച്ചത്, അതിൻ്റെ പ്രതിഫലമായിട്ട് അവരാവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ദേശം തിരിച്ചു തരണം. ഞങ്ങളുടെ പിതാക്കന്മാരായ ദാവീദും ശലോമും ഒരു അബ്രഹാമും ഒക്കെ പാർത്ത ആ ദേശം ഞങ്ങൾക്ക് വേണം. അങ്ങനെ ഇംഗ്ലണ്ട് അവർക്ക് ഈ ദേശം ഓട്ടോമൻ തുർക്കയുടെ കയ്യിൽ നിന്നും അത് പിടിച്ചെടുത്ത് ഇസ്രയേലിന് കൊടുത്തു. 1948 മെയ് 14 അവർ രാഷ്ട്രമായി. അന്ന് തൊട്ടാണ് ഇവർ ഈ കൂട്ടം കൂടി ഇസ്രയേലിനെ മുടിച്ചു കളയുക. അവിടെ 3 പദങ്ങൾ 93-ാം സംഘത്തിൽ ഞാൻ പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. ആ 3-ാം പദത്തിലേക്ക് ഇപ്പം നമ്മൾ എത്തിയിരിക്കുകയാണ്. തിരമാലകൾ പോലെ അടിക്കുകയാണ്. തിരമാലകൾ പോലെ ഇവരാഞ്ഞടിക്കുകയാണ്. ഇങ്ങനെ അമാലേക്ക് വരുന്നു. എത്രയാണ്? 7-ാമത്തെ രാജ്യം. ഇനി 8-ാമത്തെ രാജ്യമാണ് ഫെലിസ്ത്യ ദേശം. ഇനി ആവർത്തന പുസ്തകം 2:23 വരുമ്പം ഫെലിസ്ത്യർ എവിടുത്തുകാരാണെന്നുള്ള, ഇപ്പം പലരും പറയുന്നത് ഫെലിസ്ത്യരുടെ ദേശമാണ്. ഫെലിസ്ത്യരുടെ ദേശം ഇത് ആക്ച്വലി ഫെലിസ്ത്യർ എന്ന് പറയുന്നത്, പലസ്തീനികൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇവർ കഫ്തേരിൽ നിന്ന് വന്നതാണ്. കഫ്തേരിൽ നിന്ന് വന്നവരാ. യിരെമ്യാ 47:7 എല്ലാം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കിവരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇവർ ക്രീറ്റ് ദ്വീപുകാരാണ്. ക്രേത്ത ദ്വീപ് എന്നാണ് ഇതിനെ പുതിയ നിയമത്തിൽ പറഞ്ഞ. പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ ക്രേത്ത ദ്വീപിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈപ്രസ്, ക്രേത്ത ദ്വീപ്, ക്രീറ്റ് ദ്വീപ്, ഇവിടെല്ലാം ഇവർ പൗലോസ് അപ്പോസ്തലൻ പോയിട്ടുണ്ട്. ആ ദ്വീപുകളാണ് 1 കഫ്തേരും 2 സൈപ്രസും. ഈ സ്ഥലങ്ങളിൽ നിന്നാണ് ഇവർ കുടിയേറി, വള്ളത്തിലും ബോട്ടിലും മറ്റും കുടിയേറി ഇവർ മെയിൻലാൻഡിലേക്ക് വന്നു. മെയിൻലാൻഡിൻ്റെ ഭാഗമായിരുന്നു ലെബനോന്, ഇസ്രയേൽ, യെരുശലേം, അതുപോലെ തന്നെ ആ പ്രദേശം കടൽ തീരത്തൂടെ ഇവർ കയറി വന്നു. അങ്ങനെ ഇവർ ഈ യെരുശലേം ദേശം ഇവർ വന്ന് അഭയാർത്ഥികളായിട്ട് വന്ന് കയറിയ സ്ഥലമല്ല, ഇത് പലസ്തീൻ്റെ രാജ്യമല്ലായിരുന്നു എന്ന് ബൈബിൾ വ്യക്തമായിട്ടും തെളിവ് തരുന്നു. ലോക ചരിത്രത്തിൽ ഹിസ്റ്റോറിക്കലി ഏറ്റവും ഓൾഡ് വിശ്വാസ്യമായ തെളിവെന്ന് പറയുന്നത് 1 ചൈനീസ് ഹിസ്റ്ററിയും 2 ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയുമാണ്. അങ്ങനെയെങ്കിൽ അതിനൊക്കെ മേളിൽ നിൽക്കുന്ന ഹിസ്റ്ററിയാണ് തിരുവചനം. ഏതാണ്ട് 4000-6000 വർഷത്തെ ഹിസ്റ്ററിയാണ്. ചൈനയ്ക്കൊന്നും അത്രയും ഹിസ്റ്ററികൾ പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ ഇത്ര വ്യക്തമായിട്ട് ഹിസ്റ്ററി കിട്ടുന്നതാണ് ബൈബിള്. ബൈബിളിൽ വ്യക്തമായിട്ടും പറയുന്നു ഇവർ കപ്തേരുകാരായിരുന്നു. കപ്തേരിൽ നിന്ന് ഇവർ കുടിയേറി പാർത്തതാണ്. എന്നാൽ കപ്തേരിൽ കുറച്ച് പേര്, ഈ ഫെലിസ്ത്യര്, ഇവരുടെ വംശം അവിടെ ഇപ്പോൾ പിന്നെയും ഉണ്ട്. അവരെയും ഞാൻ നശിപ്പിക്കുമെന്ന് യഹോവയാം ദൈവം പറയുന്നുണ്ട്. കാരണം എൻ്റെ ജനമാകുന്ന ഇസ്രയേലിനോട് ഇവർ മല്ലടിക്കുന്നതുകൊണ്ട് അവരെയും ഞാൻ ഇല്ലായ്മ ചെയ്യുമെന്ന് ദൈവം ഇവരോട് പറയുന്നുണ്ട്. ഇവർ കൃഷി, ശില്പകല, ഈ ഇരുമ്പ് പണി ഇതിനൊക്കെ വിദഗ്ധരായിരുന്നു. ഇവരെ കാണാനും കുറച്ച് ബ്യൂട്ടിഫുൾ, വെളുത്ത കുറച്ച് ആൾക്കാരായിരുന്നു. യോശുവ 13:3 ഇവർ പിന്നീട് ഗസ, അസ്കലോൻ, അസ്തോദ്, ഗാദ്, ഹെബ്രോന് ഒക്കെ ഇവർ പിടിച്ചെടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഭരണം പിടിച്ചെടുത്ത് യോശുവ 13:3 എന്തിനാണെന്ന് പറയുന്നുണ്ട്. ഇവരെ ഈ ജാതികളെ എന്തിനാണ് ഇസ്രയേലിൻ്റെ 4 ഭാഗത്തും കൊണ്ടുവച്ചത്? ഇവരെൻ്റെ കൽപ്പന അനുസരിക്കുമോ എന്ന് യഹോവയ്ക്ക് അറിയണമായിരുന്നു. നമുക്ക് ചില പരീക്ഷണങ്ങളൊക്കെ തരുമല്ലോ ദൈവം, അതുപോലെ കൊടുത്ത ഇവരിൽ മോസ്റ്റ്ലി എന്ത് പറ്റി? ഈ ജാതികളിൽ നിന്നും ഭാര്യമാരെ എടുത്തു, ഇവരുടെ മക്കളെ അവിടെ കല്യാണം കഴിപ്പിച്ചു എന്ന് യോശുവ 13:3 നമുക്ക് കാണാൻ കഴിയും. ഇസ്രയേൽ ഇവരെ ഭയപ്പെട്ട് ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. 1 ശമൂവേൽ 29:2 ഫെലിസ്ത്യരും ദാവീദും കൂടെ യുദ്ധം ചെയ്യുന്നുണ്ട്. ദിനവൃത്താന്തം 12:18-19 വരുമ്പോൾ ദാവീദ് ഇവരെ പടനായകന്മാർ വരെയാക്കി. കാരണം നമ്മുടെ നാട്ടിലെ ഒരു പരിപാടിയാണല്ലോ ഷോപ്പിങ്. അങ്ങനെ കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ദാവീദ് ഇവരെ പടനാന്മാക്കി. ഇതെല്ലാം ഇസ്രയേലിന് കെണിയായിട്ട് ഭവിച്ചു. ഇനി 9-ാമത്തെ രാജ്യമാണ് സോറ്, ടയർ എന്ന് പറയുന്ന സോറ്. 1 പഴയ കനാൻ നിവാസികളാണ്. എസെക്കിയേൽ 28:12 ഇവരെ പിശാചിൻ്റെ
ഒരു സിംബോളിക്കായിട്ട് പറയുന്നത് സോർ രാജാവിനെ കുറിച്ചൊരു വിലാപഗീതം എഴുതുക എന്ന് പറഞ്ഞിട്ടാണ് പിശാചിനെ കുറിച്ചുള്ള വർണ്ണന വരുന്നത്, ലൂസിഫറിനെ കുറിച്ചുള്ള വർണ്ണന വരുന്നത്. ഉൽപ്പത്തി 10:6 ഹാമ്, കനാന്, സീദോന്, സോറ്, ഇങ്ങനെയാണ് ഈ വംശം വരുന്നത്. അതും ഹാമിൽ നിന്നാണ് ഈ സോറിൻ്റെ വംശം വരുന്നത്. ഹാമിൽ നിന്നാണ് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ വരുന്നത്. സെമസ്റ്റിക് രാജ്യമെന്ന് പറയുന്നത്, ഷേമിൻ്റെ വംശമെന്ന് പറയുന്നത് ഈ നമ്മുടെ ഏഷ്യയിലാണത് കൂടുതലും അവർ പാർത്തത്. ഇറാന്, ഇറാഖ്, യെരുശലേം, സൗദി അറേബ്യയുടെ ഏരിയകൾ, സിനാ, ജോർദാന്, ഇവിടെയെല്ലാം ഈ സെമസ്റ്റിക് വംശമായിരുന്നു. അങ്ങനെ സോർ 9ാമത്തെ രാജ്യം ഈ ലിസ്റ്റിലുണ്ട്. 10ാമത്തെ രാജ്യമാണ് അശൂർ. അതിനെ അസേരിയ എന്ന് പറയും. ടൈഗ്രീസ്, ഹിദ്ദേക്കൽ നദി നമുക്കറിയാം, ഇറാഖിൽ കൂടെ ഇറാൻ്റെ ഭാഗത്തൂടെയൊക്കെ ഒഴുകുന്ന നദികളാണ്. പണ്ട് ഇതിന് നിനവേ എന്ന് പേരുണ്ടായിരുന്നു, പിന്നെ ഇതിന് ഏലാമെന്ന് പേരുണ്ടായിരുന്നു. അങ്ങനെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. ഇറാഖ്, ഇറാൻ ഭാഗങ്ങളായിരുന്നു. അശൂർ അവിടെയാണ് വന്നത്. അസരിയ. അപ്പോൾ ഇവരെല്ലാം ഈ വംശത്തിൽ നിന്നുള്ള കൺവേർഷനിൽ നിന്ന് വന്നവരാണ്. ഏകദേശം 10 രാജ്യങ്ങൾ, ഈ 10 രാജ്യങ്ങളും ഇസ്രയേലിന് ചുറ്റുമാണ് കിടക്കുന്നത്. ഇസ്രയേലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് സോർ സീദോൻ കിടക്കുന്നത്. ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്താണ് ലെബനാൻ കിടക്കുന്നത്. ഇസ്രയേലിൻ്റെ മറ്റൊരു കിഴക്ക് ഭാഗത്തായിട്ടാണ് സിറിയ കിടക്കുന്നത്. ഇസ്രയേലിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് കിടക്കുന്നത് ജോർദാൻ കിടക്കുന്നത്. ഇസ്രയേലിൻ്റെ തെക്ക് ഭാഗത്താണ് മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്റ്റ് കിടക്കുന്നത്. ഇത് കൂടാതെ ഇവരോട് ചേർന്ന് ഈ വെസ്റ്റ് ബാങ്ക്, അതുപോലെ തന്നെ ഇസ്രയേൽ പർവ്വതങ്ങൾ, നെഗേ മരുഭൂമി, ഇവിടെയെല്ലാമാണ് ഈ ചെറിയ ഗ്രൂപ്പുകളെല്ലാം പാർത്തിട്ട് ഇവർ പിന്നെ പലയിടത്തോട്ടും മിക്സായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വന്ന മിക്സായ ഒരു കൂട്ടമാണ് അമാലേക്ക് വംശത്തിൽ നിന്നും ഇറാനിലേക്ക് ഒരു കൂട്ടം മാറി വരികയും ഇറാനിയ വംശത്തോടുകൂടി ഇടകലരുകയും ചെയ്തു. ഇറാനിയ വംശം ഇപ്പം നമ്മൾ അറിഞ്ഞ മേദ്യ പേർഷ്യ എന്നാണ്, എന്നാൽ അശൂര്യ വംശമായിരുന്നു. അവിടെയാണ് നിമ്രോദ് വന്ന് പാർക്കുന്നത്. അപ്പം നിമ്രോദിൻ്റെ വംശവും അവിടെ കുറേ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവരൊരു മിക്സ് രാജ്യമായി തീർന്നു. മോസ്റ്റ്ലി ഇറാൻ, ഇറാഖ് ഭാഗത്തുള്ളവർ. അപ്പം ഇറാനിലെ പോപ്പുലേഷന്, ഇറാനിലെ ഏരിയ, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇസ്രയേലിനേക്കാളിലൊക്കെ എത്രയോ ഇരട്ടിയാണെന്നറിയാമോ? 83-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഇതാ ഇവരൊരു എഗ്രിമെൻ്റ് നടത്തി. ഇത് രഹസ്യ എഗ്രിമെൻ്റ് ആയിരുന്നു, ആരും അറിഞ്ഞില്ല. ഇത് മൊസാദിന് പോലും, ലോകത്തിലെ ഏറ്റവും വലിയ നമ്പർ 1 ചാരസംഘടനയാണ് മൊസാദ്. പക്ഷേ ആ മൊസാദിന് പോലും അറിഞ്ഞില്ല ഇങ്ങനൊരു പദ്ധതി ഇവരിടുന്നു എന്നുള്ളത്. അങ്ങനെയാണ് ഒക്ടോബർ 7 ഹമാസ് കയറി ഇവരെ ആക്രമിക്കുന്നതും. അതിനു മുൻപ് ഇറാൻ എല്ലാം വെൽ പ്രിപ്പയർഡായി എന്ന് പറഞ്ഞാൽ അവർ വേണ്ടിയ ബാലിസ്റ്റിക് മിസൈൽ, ഷോർട്ട് റേഞ്ച്, അനേക പർവ്വതങ്ങൾക്കകത്ത് ഗുഹയുണ്ടാക്കി ഇത് ശേഖരിച്ചു. അതിൻ്റെ യുറേനിയം അൺറീച്ച് ചെയ്തു. ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന നിലയിലേക്ക് അവരെത്തി. വിത്തിൻ എ ഷോർട്ട് ടൈം. അവർക്ക് വെയിറ്റ് ചെയ്യാൻ ഇനി സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ യുദ്ധം തുടങ്ങിക്കോ, ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് റെഡിയാക്കിക്കോളാം. വിത്തിൻ 2 വീക്സ് ഓർ 1 മന്ത് അവർ ന്യൂക്ലിയർ ബോംബിലേക്ക് എത്തുമായിരുന്നു. ഇത് മൊസാദ് പിടിച്ചെടുത്തു. ഈ ന്യൂക്ലിയർ ബോംബിൻ്റെ പണിപ്പുരയിലാണെന്നും വിത്തിൻ എ ഷോർട്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇവർ ബോംബ് ഉണ്ടാക്കുമെന്നും. ഇവരുടെ പാർലമെൻറ്റിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ലോഗൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ഇസ്രയേൽ. ഈ ന്യൂക്ലിയർ ബോംബ് എന്തിനു വേണ്ടിയാണ് ഇവരുണ്ടാക്കുന്നത്? ഇത്രയും ഇവരുടെ ബാലിസ്റ്റിക് മിസൈൽസ് ശേഖരം മലയിടുക്കുകളിലുമെല്ലാം ഉണ്ടായിരുന്ന ഇസ്രയേൽ മാക്സിമം അടിച്ച് തകർത്തിട്ടും ഇനിയും ഉണ്ടെന്നാണ് പറയുന്നത്. അവരുടെ അനേക ശേഖരം ബാലിസ്റ്റിക് മിസൈലുകൾ അവർ തകർന്നു എന്നുള്ള സത്യമാണ്. എങ്കിൽ പോലും ഒരു ചെറിയ അന്ത്യശ്വാസം വലിക്കാനുള്ളത് ഇപ്പോഴും അവരിലുണ്ട്. വേണ്ടി വന്ന ഒരു 10, 100, 200 മിസൈലൊക്കെ ഇനി അവരുടെ കാണും. ഒരു യുദ്ധമുണ്ടായാൽ ആദ്യം അവർ ഈ കുവൈറ്റിൻ്റെയും ഖത്തറിൻ്റെയും, പക്ഷെ വേറെ കാര്യമുണ്ട്, ഇവരൊക്കെ ഒരു കാലത്ത് ഇവരുടെ കൂടെ നിന്ന് ഇസ്രയേലിനെതിരായിട്ട് പോരാടി വരാം. പക്ഷേ ഇപ്പം മനസ്സിലായി അവർക്ക്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. UAE ഇന്ത്യയുമായിട്ട് സഖ്യമാകുന്നു. UAE ഓപ്പക്കിൽ നിന്ന് ഔട്ടായി. UAE GCC വിടുന്നു. UAE അബ്രഹാം കോഡിൽ സൈൻ ചെയ്തു. ഇസ്രയേലിൻ്റെ 2000-ത്തിലധികം ഭടന്മാർ, പ്രത്യേകിച്ച് ഈ അയൺ ഡോം പോലെയുള്ള ടെക്നോളജീസ് ഉപയോഗിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും മിലിറ്ററിക്കാരും ഇപ്പോൾ
ഇപ്പോൾ UAE എത്തിയിട്ടുണ്ട്. അങ്ങനെ UAE എയർ ഡിഫൻസ് സിസ്റ്റത്തിലെ കുറച്ചുകൂടെ ഇസ്രയേലുമായിട്ട് സഹകരിച്ച് മുൻപോട്ട് പോകുന്നു. ഇന്ത്യയുമായിട്ടൊരു എഗ്രിമെൻറ്റ്, കാരണം പാകിസ്ഥാൻ സൗദിയുമായിട്ടൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തുകൊണ്ട് ഇന്ത്യയുമായിട്ടൊരു എഗ്രിമെൻറ്റിന് UAE ശ്രമിക്കുന്നു. അങ്ങനെ UAE ശരിക്കും ഇവരിൽ നിന്നും മാറിപ്പോകാൻ ശ്രമിക്കുകയാണ് ഈ ഗ്രൂപ്പിൽ നിന്നും. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ നെതന്യാഹു പറഞ്ഞതുപോലെ മിഡിൽ ഈസ്റ്റിലെ തന്നെ രാഷ്ട്രീയം മാറി മറിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 83-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഇതാ 10 ജാതികൾ ചേർന്ന് ഒരു എഗ്രിമെൻ്റ് എത്തിയിരിക്കുന്നു, ഇവരെ മുടിച്ചു കളയുക. അങ്ങനെ ഇറാൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ളൊരു പണിയായിരുന്നു ഒക്ടോബർ 7 ആക്രമണം. അതിൽ കൂടി കാര്യങ്ങൾ വിത്തിൻ ഷോർട്ട് ഡേയ്സിനകം ഇസ്രയേലിനെ തകർക്കാം. അതിനുള്ള എല്ലാ വെപ്പൺസും അവരെ ഹൂതികൾക്ക് കൊടുത്തിരുന്നു, അവരുടെ പ്രോക്സികൾക്ക് ഹമാസിന് കൊടുത്തിരുന്നു, സിറിയയിലുള്ള അവരുടെ മറ്റ് പ്രോക്സികൾക്ക് കൊടുത്തിരുന്നു. അങ്ങനെ അവരെ പദ്ധതിയിട്ടെങ്കിലും ദൈവം പറയുന്നത് പോലെ ഞാൻ അവരെ മുടിച്ചു കളയും, ഞാൻ അവരെ തകർത്ത് കളയും എന്ന് പറയുന്നത് പോലെ ഇതാ അവർ തകർച്ചയിലേക്ക് പോയിരിക്കുന്നു. അവരുടെ പദ്ധതി മുഴുവൻ പൊളിഞ്ഞിരിക്കുന്നു. പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകൾ ഉയർത്തുന്നു. പ്രവാഹങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, അത് വെള്ളപ്പൊക്കമല്ല, കടലല്ല, ദുഷ്ട ജനസംഖ്യയാണ്, ജാതികളാണ്, വംശങ്ങളും ജാതികളും ഭാഷക്കാരും നിറഞ്ഞൊരു സമൂഹം. അവർ കടലിൻ്റെ ഇരച്ചിൽ പോലെ ചെളിയും ചേറും വലിച്ചെറി. നീ ചെളിയും ചേറുമെന്ന് പറയുന്നതാണ് ഭീകരപ്രവർത്തനം, ബോംബിങ്, കൊല്ലും കൊലയും ഒക്കെ. ദൈവത്തിൻ്റെ ജനമേ, ഇതെല്ലാം വിട്ട് നമ്മളെല്ലാം സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 6-ലോ 7-ലോ അത് പറയുന്നു, സംഭവിച്ചു തീർന്നു. ഒരു വലിയ പ്രോഗ്രാം, പദ്ധതികൾ അതാണ് നടക്കുന്നത്. അതാണ് ഈ യുദ്ധങ്ങളും കാര്യങ്ങളുമെല്ലാം. ഇത് അവസാനത്തേക്ക് പോകുന്നു. ഇതിങ്ങനെ ഇന്നോ നാളെ അല്ലെങ്കിലും വിത്തിൻ എ ഷോർട്ട് ഇയേഴ്സിനകം ഇവിടെ ആൻറ്റി ക്രൈസ്റ്റ് വരും. അതിനു മുൻപ് സഭ എടുക്കപ്പെടും. ഇവിടെ ആൻറ്റി ക്രൈസ്റ്റ് വരുമ്പോഴാണ് ഇവിടെ ഡോം ഓഫ് റോക്ക് നിൽക്കുന്ന സ്ഥലത്തൊരു ദേവാലയമാണ്. യഹൂദന് ഇപ്പോൾ ദേവാലയമില്ല. AD 70 നശിപ്പിക്കപ്പെട്ട ദേവാലയമാണ്. ആ ദേവാലയം പണിയപ്പെട്ടേ പറ്റത്തുള്ളൂ. ആ ദേവാലയം പണിയുമെന്ന് തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിൽ പറയുന്നു. കാരണം വരുവാനിരിക്കുന്ന ആൻറ്റി ക്രൈസ്റ്റ് ഇസ്രയേലുമായിട്ട് സഖ്യതയിൽ വന്ന് അതിനകത്തവൻ്റെ പ്രതിമ വെക്കും. അതൊരു സാധാരണ പ്രതിമയല്ലെന്നും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രതിമയായിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് ഏതാണ്ട് കൃത്യമായി മനസ്സിലാക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഇവരെന്നു തൊട്ടാണ് ഇസ്രയേലിനെതിരായിട്ട് ഇവരെ ഐക്യമത്യം തുടങ്ങി. 1948 മുതലാണ് പ്രധാനമായിട്ടും തുടങ്ങുന്നത്. അതിനുശേഷം നടന്ന 6 days വാർ, ഇവരെപ്പോഴൊക്കെയാണ് അതിപ്രധാനമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കിയത്, ആ കാര്യങ്ങളെക്കുറിച്ചും ഡോം ഓഫ് റോക്കിനെ കുറിച്ചുമൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.